ദേണ്ടേ ദേണ്ടേ കുത്തിക്കോരുന്നത് കണ്ടില്ലേ? ഒരു പൊതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമണ്ടം പൊതിയാണ് കൊടുക്കുന്നത് കേട്ടോ. നോക്കിയേ, രണ്ടുപേർക്ക് തീർച്ചയായിട്ടും കഴിക്കാം. തീർച്ചയായിട്ടും കഴിക്കാം. കോരി കുത്തി കൊടുക്കുവല്ലേ എന്നെ കാണിക്കാൻ വേണ്ടി അല്ലല്ലോ. അല്ല ഇങ്ങനെ തന്നെ കൊടുക്കുന്നത്. ചോറ് കൊടുക്കാം. അത് കണ്ടോ, ചോറ് ആവശ്യത്തിന് ഇനിയും കൊടുക്കാം. ഇത് നോക്ക്, വെളിച്ചെണ്ണയില് ചിക്കൻ പൊരിച്ച് ദമ്മടിക്കുന്ന ഉഷാറ് കല്യാണ ബിരിയാണി. രണ്ടാൾക്ക് വയറ് നിറയെ കഴിക്കാം. ഇല്ലെങ്കിൽ ബെറ്റ് കെട്ടാനും ഈ മനുഷ്യൻ തയ്യാറാണ്. ആലപ്പുഴ കൃഷ്ണപുരത്താണ്. ഈ കൃഷ്ണപുരത്ത് ഞാൻ വരുമ്പം നമ്മുടെ പ്രേക്ഷകർ ഓർക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ബിൻസി ചേച്ചി. ചേച്ചി ഇന്നില്ല, അതായത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ചേച്ചി എന്നെ കോൺടാക്ട് ചെയ്യുമായിരുന്നു. മറന്നു പോകുന്ന മനുഷ്യർക്കിടയിൽ മിക്കവാറും എന്നെ ഓർത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ കൃഷ്ണപുരം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. ഇത് കഴിയുമ്പോഴാണ് ഓച്ചിറയൊക്കെ വരുന്നത്. കുത്തിക്കോരി ബിരിയാണി കൊടുക്കുന്ന ഒരു മനുഷ്യനുണ്ട് എൻ്റെ തൊട്ടടുത്തായിട്ട്. അതായത് ഒരു ചെമ്പിനകത്ത് ബിരിയാണിയായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ ബിരിയാണി കാലിയാക്കാൻ വേണ്ടി മണിക്കൂറുകൾ മതി. ഒരാൾക്ക് കൊടുക്കുന്ന ബിരിയാണി രണ്ടുപേർക്ക് കഴിക്കാം. രണ്ടുപേർക്ക് തീർച്ചയായിട്ടും കഴിക്കാം. കഴിക്കാം. എങ്ങനെയാ ഈ ദം ബിരിയാണിയാണോ? ദം ബിരിയാണിയായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ചിക്കൻ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തിട്ട്, പിന്നെ അതിനെ വെളിച്ചെണ്ണ വറുത്താണ് അത് ചെയ്യുന്നത്. 6 kg നെയ്യാ മെയിനായിട്ട് ഇതിനകത്ത് ചേർക്കുന്നത്. 6 kg നെയ്യൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം വിലയുള്ള സാധനമാണ്. അതെല്ലാവർക്കും അന്വേഷിച്ച് അറിയാൻ പറ്റും. പിന്നെ സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം പിന്നെ ക്വാളിറ്റിയോടാണ് ചെയ്യുന്നത്. കല്യാണ പരിപാടിക്ക് അതെ, എനിക്ക് കല്യാണത്തിന്റെ ഫുഡിന്റെ വർക്ക് എനിക്കുണ്ട്. അപ്പൊ ഞാൻ ഫുഡിന്റെ വർക്കുള്ള സമയത്ത് എനിക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. ചില ഞായറാഴ്ച, ശനി, പാലുകാച്ച്, ഇങ്ങനെ എല്ലാ വർക്കുകളും എനിക്കുണ്ട്. ഞാനിപ്പം എനിക്ക് സ്ഥിരം വർക്കുള്ള വീടുകൾ തന്നെ ഉണ്ട്. എത്ര വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്? ഞാനിപ്പോ ഏതാണ്ട് ഈ ഫീൽഡിൽ ഏതാണ്ട് ഒരു 16 വർഷം കൊണ്ട് ഈ ഫീൽഡിലുണ്ട്. ബിരിയാണി ചെമ്പുമായിട്ട് എത്ര മണിയാകുമ്പോൾ ഇവിടെ വരും? ഞാൻ ബിരിയാണി ചെമ്പുമായിട്ട് ഏകദേശം ഒരു 10:45 ഞാൻ ഇവിടെ വരും. 10:45 വന്നതിന് ശേഷം ഞാൻ ഇതിനൊരു ഫുള്ള് ഒരു എം ബി ചോറായിരുന്നു ഈ ഫുള്ള് കാണുന്നത്. ഇപ്പൊ ഞാൻ കാണുന്നത് അത്രേ ഉള്ളു. ഇപ്പൊ എത്ര സമയമാന്ന് വെച്ചാൽ അത്രയും ചോറേ എനിക്കുള്ളൂ. ശരി. എന്തായാലും ഒരാൾക്കുള്ള ബിരിയാണി ഒന്ന് എടുക്കുന്നൊന്ന് കാണിച്ചേ. ഒരു തരാമല്ലോ. മൂടിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ മൂടി മാറ്റിയത്. അപ്പൊ ഇതാണ് ഒരാൾക്കുള്ള ബിരിയാണി. ഒരാൾക്ക് എടുക്കാനുള്ള ബിരിയാണിയാണ് ഞാൻ ഈ എടുക്കുന്നത്. കാരണം ചിക്കൻ പീസ് തന്നെ നിങ്ങൾക്ക് കാണാം, വലിയ പീസുകളാണ്. അല്ലാതെ കറി പീസല്ല വെട്ടിയിട്ടിരിക്കുന്നത്. കാരണം ഒരാൾക്ക് കൊടുക്കുന്ന ചോറാണ്, നിങ്ങൾ കണ്ടോണം. ബിരിയാണി എന്നെ കാണിക്കാൻ വേണ്ടി അല്ലല്ലോ. അല്ല മന്ത്രമില്ല, ഒന്നും ഇല്ല. അവർക്ക് തന്നെ കൊടുക്കുക. ചോറ് വേണം. ഇനി പിന്നെ എന്താ, ചോറ് കൊടുക്കാം. അത് കണ്ടോ, ചോറ് ആവശ്യത്തിന് ഇനിയും കൊടുക്കാം. ഇത് നോക്ക്, കൃഷ്ണറ അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് NH-ന്റെ സൈഡിൽ തന്നെ. ധൈര്യമായിട്ട് വരാം. രണ്ടുപേർക്ക് കഴിക്കാം. അത് നമ്മുടെ എനിക്ക് വെള്ളിയാഴ്ച മാത്രം കച്ചവടം ഇല്ലാത്ത ദിവസമാണ്. ജുമായ്ക്ക് പള്ളിയിൽ പോകുന്നതിന്റെ പേരിൽ എനിക്ക് ഇവിടെ അന്ന് കച്ചവടത്തിന്റെ സമയത്താണ് ജുമ. അപ്പൊ എന്റെ ജുമാ നിസ്കാരം നഷ്ടപ്പെടുന്നതിന്റെ പേരിൽ എനിക്ക് അന്ന് കച്ചവടം ഉണ്ടായിരിക്കുന്നതല്ല. കച്ചവടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരാൾക്ക് വയറ് നിറച്ചാണ് ബിരിയാണി കൊടുക്കുന്നത്. ഒരാൾക്കല്ല, രണ്ടുപേർക്ക് കഴിക്കാം. അപ്പം നമ്മുടെ ചെമ്പിയിൽ നിന്ന് ഞങ്ങൾക്ക് ബിരിയാണി പാഴ്സൽ എടുത്തോ. ഇക്കയുടെ കച്ചവടമുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇത് ആലപ്പുഴ ജില്ലയാണ്. കുറച്ചങ്ങോട്ട് മാറി മുക്കട, അത് കഴിയുമ്പോൾ ഓച്ചിറ, കൃഷ്ണപുരം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇക്ക നിൽക്കുന്നത്. നമ്മുടെ ഈ കൊട്ടാരത്തിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് തന്നെയാണ്. NH നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇക്കയുടെ ബിരിയാണി നിങ്ങളൊന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കുക. കാരണം നാട്ടിൽ ഞാനിവിടെ വരുമ്പോൾ നല്ല തിരക്കായിരുന്നു. ആൾക്കാരൊക്കെ ഇക്കയെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിരിയാണി വാങ്ങിച്ചുകൊണ്ടും തന്നെയാണ് പോകുന്നത്. അപ്പം എടുത്തോ. അപ്പോൾ ഇത് കണ്ടില്ലേ, കോരിക്കുത്തിയാണ് ബിരിയാണി കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും വീഡിയോക്കകത്ത് പറയുന്ന പോലെ കോരിക്കുത്തി. എനിക്ക് അങ്ങനെയാണ് ചില ആൾക്കാരൊക്കെ എന്നെ ഇരട്ടപ്പേര് വിളിക്കുന്നത്. കുത്തിക്കോരി, കോരിക്കുത്തി, ബിരിയാണി സനി, പല പേരുകളിലും ഞാൻ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതെ, ഒരാൾക്കുള്ള ബിരിയാണിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മൾ കൊടുക്കുമ്പോൾ അങ്ങ് അന്തസ്സായിട്ട് കൊടുക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കൊടുക്കും. ഒരു ഊണ് ഒരാൾ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലുമ്പം കുഞ്ഞുങ്ങള് കാണും, ഭാര്യ, ഇവരെല്ലാം എല്ലാവർക്കും അതിനകത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റും. കഴിച്ചിട്ട് ഹോട്ടലിൽ കൊടുക്കുന്ന പോലെ ഇങ്ങനെ തേച്ച് നമ്മൾ പറ്റിച്ചല്ല വിടുന്നത്. ഇവിടെ ബിരിയാണി കച്ചവടം എല്ലാവരും ഉഷാറായി കൊടുക്കുക കേട്ടോ. ഒരു കച്ചവടം ഉഷാറാകുമ്പോൾ നമുക്ക് സന്തോഷിക്കാമല്ലോ അല്ലേ? അത്രേ ഉള്ളൂ. ഒരു പൊതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, യമണ്ടം പൊതിയാണ് കൊടുക്കുന്നത് കേട്ടോ. നോക്കിയേ, വലിയ പൊതിയാണ് ബിരിയാണി. എത്ര ആയിരിക്കും അപ്പം? ഇല്ല, പൈസ വാങ്ങിക്കാം. ബാക്കിതാ 200 രൂപ. ഇല്ല, മൊത്തം എടുക്ക്. മടക്കി കിടക്കുന്ന ഫുള്ളെടുത്തില്ലേ? ഞാൻ എടുത്തു. ഇത് മക്കളാണോ? അതെനിക്കിപ്പോഴാ അന്നേരത്തെ നമ്മളെ മോളും വരും. നിങ്ങൾ കൂടെ വാ.